CPM-ന് ഈ ബാങ്ക് പതിച്ചു കൊടുക്കാൻ കരാറെടുത്തവരുണ്ടല്ലോ, അവരൊന്നോർത്തോളൂ, എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പ്രദേശത്ത് തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അത് എവിടുന്നാണ് ശൂലം വരിക എന്നൊന്നും ഞാൻ പറയുന്നില്ല. എവിടുന്നും വരാം. അതുകൊണ്ട് തടി വേണോ ജീവൻ വേണോ, ഈ പ്രശ്നത്തിന്റെ അകത്ത് ഇടപെട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തൊടാൻ ശ്രമിച്ചാൽ ആ ശ്രമത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. നിങ്ങൾ കുറെ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയല്ല അവിടെ മുഴുവൻ. നോക്കിയപ്പോ കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ കൊട്ടേഷൻ ടീം അംഗങ്ങളും അവരുടെ യൂണിഫോമിൽ അണിനിരന്നിരിക്കുന്നു. അങ്ങനെ കുറെ ആളുകൾ അണിനിരത്തിയപ്പോ ഞങ്ങൾ അന്വേഷിച്ചു എന്തായി പരിപാടി. അപ്പം കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കൊട്ടേഷൻ അംഗം നമ്മൾ കുറച്ച് ആളുകൾ അവിടെ പോയി പറഞ്ഞു, അവരോട് നല്ല ഭാഷയിൽ പറഞ്ഞു, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ ഇത് ഞങ്ങൾ കൂടിയുള്ളതാണ്, ഞങ്ങളുടെ പ്രവർത്തകർ കൂടിയുള്ളതാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഇപ്പറയുന്ന സംഘത്തിൽ ആരെങ്കിലും കൈപോക്കിയാൽ പിന്നെ സ്ഥിതി മോശമാവും എന്ന് പറഞ്ഞതിന് ശേഷം പുറത്ത് മാർക്സിസ്റ്റുകാരുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഈ പറയുന്ന സംഘത്തിന് ഞങ്ങളുടെ പണി ഇവിടെ വിലപ്പോവില്ല, ഇവിടുന്ന് ഏതെങ്കിലും നിലയിലേക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലോണം കിട്ടും എന്ന് കരുതി അവരൊതുങ്ങി നിന്നതും പലരും പിരിഞ്ഞു പോയതും. ഞാൻ ചോദിച്ചത്, KPCC നേതാക്കന്മാരുടെയുമായി വാക്കും കേട്ട് ഏതെങ്കിലും നിലയിൽ CPM പ്രവർത്തകർക്കെതിരായോ വന്നാൽ പിന്നെ ഞങ്ങള് വേറെ ഒന്നും നോക്കൂല. ഇത് ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ടാണ് ഞങ്ങൾ ഈ പൊതുയോഗം വെച്ചത്. വേറെ ഒരു നിലയിലേക്കുമുള്ള ഒരു പരിഗണനയും ഉണ്ടാവില്ല. അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഏൽപ്പിക്കുന്ന കൊട്ടേഷൻ സംഘമായാലും നിങ്ങൾ ഏൽപ്പിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരായാലും അവസ്ഥ ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് ഈ നേതാക്കന്മാരുടെ വാക്കും കേട്ട് കോഴിക്കോട്ടെ കൊട്ടേഷൻ സംഘക്കാര് കൊട്ടേഷൻ ഏറ്റെടുക്കാൻ വേണ്ടി പോണ്ട. സാധാരണ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആവേശഭരിതരായിട്ട് ഇതിന് പോയാൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോരും.